എല്ലാവർക്കും ഷസാ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹിരോഷിമ നാഗസാക്കി ദിന ക്വിസ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഒന്ന് കണ്ടോക്കൂ. ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിക്കപ്പെട്ട രാജ്യം ജപ്പാൻ. ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം രണ്ടാം ലോക മഹായുദ്ധം. ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച രാജ്യം അമേരിക്ക. ജപ്പാനിലെ ഏത് നഗരത്തിലാണ് അമേരിക്ക അണുബോംബ് വർഷിച്ചത്? ഹിരോഷിമ നാഗസാക്കി. ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ. അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച ദിവസം 1945 ഓഗസ്റ്റ് 6. ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിന്റെ പേര് ലിറ്റിൽ ബോയ്. ലിറ്റിൽ ബോയ് എന്ന അണുബോംബിന്റെ ഭാരം 4400 കിലോഗ്രാം. ലിറ്റിൽ ബോയ് എന്ന അണുബോംബിന്റെ നീളം 3 മീറ്റർ. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര് എന്നലോളാഗെ. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിന്റെ പേര് ഫാറ്റ്മാൻ. ഫാറ്റ്മാൻ എന്ന അണുബോംബിന്റെ ഭാരം 4670 കിലോഗ്രാം. ഫാറ്റ്മാൻ എന്ന അണുബോംബിന്റെ നീളം 3.3 മീറ്റർ. ഹിരോഷിമയിൽ വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന അണുബോംബിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലകം യുറേനിയം 235. നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര് ബോസ്കർ. നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ക്യാപ്റ്റൻ മേജർ സ്വീനി. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്ഫോടക വസ്തു പ്ലൂട്ടോണിയം 239. ഹിരോഷിമയിലെ ബോംബാക്രമണത്തെ തുടർന്ന് രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട പെൺകുട്ടി സഡാക്കോ സസാക്കി. സഡാക്കോ സസാക്കിയും ഒറിഗാമി കൊക്കുകളും എന്തിൻ്റെ പ്രതീകമാണ്? ലോക സമാധാനത്തിൻ്റെ. ലോകത്ത് ആദ്യമായി അണുബോംബ് പരീക്ഷിച്ചത് മെക്സിക്കോയിൽ മരുഭൂമിയിൽ ട്രിനിറ്റി സൈറ്റ്. ആദ്യ അണുബോംബ് പരീക്ഷണം അറിയപ്പെട്ടിരുന്ന രഹസ്യ പേര് ട്രിനിറ്റി. ആറ്റം ബോംബിന്റെ പിതാവ് റോബർട്ട് ഓപ്പൺഹൈമർ. ശാന്തിയുടെ നഗരം ഏത്? ഹിരോഷിമ. ഹിരോഷിമയിലെ അണുബോംബ് വിസ്ഫോടനത്തിന് ശേഷം ആദ്യമായി വിരിഞ്ഞ പുഷ്പം ഒലിയാണ്ടർ പുഷ്പം. ആദ്യമായി മനുഷ്യർക്ക് നേരെ ആറ്റം ബോംബ് ആക്രമണം നടന്നത് എന്ന്? 1945 ഓഗസ്റ്റ് 6. പോൾ ഹാർബർ ആക്രമണം നടന്നത് എന്ന്? 1941 ഡിസംബർ 7. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് പ്രയോഗിച്ചത് ഏത് സമയത്താണ്? രാവിലെ 8:15. അമേരിക്കയുടെ ഏത് തുറമുഖം ആക്രമിച്ചതിന് പകരമായിട്ടാണ് അമേരിക്ക അണുവായുധം പ്രയോഗിച്ചത്? പോൾ ഹാർബർ തുറമുഖം. യുദ്ധവും സമാധാനവും എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ് ലിയോ ടോൾസ്റ്റോയ്. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ജർമ്മനിയിലെ ഭരണാധികാരി ആരായിരുന്നു? ഹിറ്റ്ലർ. ഇന്ത്യയിലെ ആദ്യ ആണവ പരീക്ഷണം നടന്നത് എവിടെ? ധാർ മരുഭൂമിയിലെ പൊഖ്റാനിൽ. 1974 മെയ് 18 നടന്ന ഇന്ത്യയുടെ ആദ്യ അണുവിസ്ഫോടന പദ്ധതിയുടെ രഹസ്യനാമ ബുദ്ധൻ ചിരിക്കുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് വേദനകളും ദുരിതങ്ങളും അവതരിപ്പിച്ച കൃതി ആൻ ഫ്രാങ്കിന്റെ ഡയറിക്കുറിപ്പുകൾ. ആൻ ഫ്രാങ്ക് തൻ്റെ ഡയറി വിളിച്ച പേര് കിറ്റി.
സെക്കൻഡ് ജനറൽ ആർമി ഏത് രാജ്യത്തിൻ്റെ സൈന്യമായിരുന്നു? ജപ്പാൻ. ലോകത്ത് ആദ്യമായി യുദ്ധത്തിന് ഉപയോഗിച്ച അണുബോംബിൻ്റെ പേര്? ലിറ്റിൽ ബോയ്. 1945 ഹിരോഷിമ. ഉദയസൂര്യൻ്റെ നാട്? ജപ്പാൻ. നാഗസാക്കി എന്ന വാക്കിൻ്റെ അർത്ഥം? ലോങ് കേപ്പ്. ഹിരോഷിമ എന്ന വാക്കിൻ്റെ അർത്ഥം? വിശാലമായ ദ്വീപ്. ലോകമഹായുദ്ധത്തിന് ശേഷം ലോക സമാധാനത്തിനായി രൂപം കൊണ്ട സംഘടന? ഐക്യരാഷ്ട്ര സംഘടന, UNO. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.